പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണത്തിൽ നിലപാട് മാറ്റി മന്ത്രി കെ ബി ഗണേഷ് കുമാർ. സ്റ്റാഫുകളെ കുറയ്ക്കുമെന്നും താൻ പറഞ്ഞിട്ടില്ലെന്നും അർഹതയുള്ളവരെയാണ് നിയമിച്ചതെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. പുതിയതായി 17 പേരെ നിയമിച്ച ഉത്തരവ് പുറത്തിറങ്ങി. 20 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ മന്ത്രിക്കുണ്ടാകും. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുമെന്ന് ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപാണ് പ്രഖ്യാപിച്ചത്. മന്ത്രിയായതിനു പിന്നാലെ പ്രൈവറ്റ് സെക്രട്ടറി, ഡ്രൈവർ എന്നീ തസ്തികകളിലേക്ക് ഓരോരുത്തരെ നിയമിച്ചു. ഇപ്പോൾ മുഴുവൻ സ്റ്റാഫുകളെ ഉൾപ്പെടുത്തി പൊതുഭരണ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കി. 3 പേരുടെ നിയമനം പൊതുഭരണ വകുപ്പിന്റെ പരിഗണനയിലാണ്. ഇതോടെ ആകെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം 20 ഉയരും. എന്നാൽ താൻ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രിയുടെ വിശദീകരണം. തന്റെ താമസം സർക്കാർ വസതിയിലല്ലെന്നും ന്യായീകരണം. ആര് പ്രഖ്യാപിച്ചു? ഞാൻ പറഞ്ഞില്ല. ആരോടാ പറഞ്ഞ് എടുത്തുകൊണ്ടിരാണ് പറഞ്ഞത്? ഒരു ചെറിയ പാർട്ടിയാണ്. ഒരു മന്ത്രി അധികാരത്തിൽ വരുമ്പം പേഴ്സണൽ സ്റ്റാഫൊക്കെ അവർക്കല്ലേ കിട്ടത്തുള്ളൂ. പേഴ്സണൽ സ്റ്റാഫിൽ പാർട്ടിക്കാരെല്ലാത്ത ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതൊന്നും പറഞ്ഞത് എനിക്ക് സർക്കാർ വീടെടുത്തില്ല, വേറെ ചിലവുകളൊന്നുമില്ല, യാത്രയൊന്നും പോകുന്നില്ല, അത്രയൊക്കെ പറ്റൂ. സ്വന്തം ജില്ലയായ കൊല്ലത്ത് നിന്നാണ് സ്റ്റാഫ് അംഗങ്ങളിൽ കൂടുതൽ പേരെയും നിയമിച്ചിരിക്കുന്നത്. CPIM സംഘടനാ നേതാവ് AP രാജീവനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായും KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ G അനിൽകുമാറിനെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായും നിയമിച്ചിട്ടുണ്ട്. 25 പേരെ പരമാവധി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി നിയമിക്കാമെന്നാണ് LDFിലെ ധാരണ. 2.5 വർഷം പൂർത്തിയാക്കിയതിനാൽ ആന്റണി രാജുവിന്റെ സ്റ്റാഫിലുണ്ടായിരുന്ന 20ഓളം പേർക്കും പെൻഷൻ നൽകേണ്ടി വരും. 24 തിരുവനന്തപുരം.